അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഗൗരവത്തോടെ ഉണർത്തിയ വിഷയമാണ് ലജ്ജയെക്കുറിച്ച്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ എന്ന ഹദീസിൽ കാണാം. ലജ്ജ ഈമാന്റെ ഒരു ഭാഗമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആളുകൾക്ക് മുന്നിൽ ലജ്ജ നമ്മൾ കാണിക്കാറുണ്ട്. അഥവാ അവരോട് ആളുകൾ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായി തെറ്റിൽ നിന്ന് മാറി നിൽക്കും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വിജയിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് അവനിക്ക് വേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള ലജ്ജയാണ്. എല്ലാ സമയവും എന്നെ കാണുന്ന എൻ്റെ റബ്ബ്, ആ റബ്ബിന്റെ മുന്നിൽ നമുക്ക് ലജ്ജയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ലജ്ജയുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് തെറ്റുകൾ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അവൻ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പിന്മാറിയിട്ട് നന്മകൾ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ലജ്ജയില്ലെങ്കിൽ വലിയ വിപത്ത് നമുക്ക് സംഭവിക്കുമെന്നുള്ളതാണ്. ലജ്ജയില്ലാത്തവൻ എന്തും ചെയ്യാം. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ലജ്ജയില്ലെങ്കിൽ പിന്നെ അവനിക്കൊരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനിൽ നിന്ന് ലജ്ജയെ ഊരിയെടുക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.